കോഴിക്കോട് കോർപ്പറേഷനിലെ ഭരണം 5 വർഷം പിന്നിട്ടിരിക്കുന്നു. പുതിയ ജനവിധിയിലേക്ക് കടക്കുകയും ചെയ്തിരിക്കുന്നു. ഇപ്പോൾ നമുക്കൊപ്പം മേയർ ബീന ഫിലിപ്പും ഒപ്പം പ്രതിപക്ഷ നേതാവ്, പക്ഷെ പ്രതിപക്ഷ നേതാവെന്ന് പൂർണ്ണമായി പറയാൻ പറ്റില്ല, ഒരു ഭരണസമിതിയിലെ അംഗങ്ങൾ, അതിൽ തന്നെ കോൺഗ്രസിന്റെ കക്ഷി നേതാവ് ശ്രീമതി KC ശോഭിതയുമുണ്ട്. അതിന് തന്നെ മേയർ 5 വർഷം പൂർത്തിയായിരിക്കുന്നു. വളരെ അപ്രതീക്ഷിതമായിട്ടായിരുന്നു മത്സരം. പിന്നീട് ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് മേയർ സ്ഥാനത്തേക്ക് വരികയും ചെയ്തത്. ഈ 5 വർഷം പിന്നിടുമ്പോൾ എന്ത് തോന്നുന്നു? ഒരു കുറേയേറെ കാര്യങ്ങൾ ചെയ്തു, കുറച്ച് കാര്യങ്ങൾ ചെയ്യായിരുന്നു, അത്ര തോന്നുന്നുണ്ട്. അതോടൊപ്പം ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെ വളരെ വിജയപ്രദമാവുകയും ജനങ്ങൾക്ക് വളരെ ഉപയോഗപ്രദമാവുകയും ചെയ്തുകൊണ്ട് ഒരു ചാരിതാർത്ഥ്യമുണ്ട് ഇറങ്ങിപ്പോകുമ്പോൾ. ഇത്രയേറെ കാര്യങ്ങൾക്കൊക്കെ ചെയ്യാൻ സാധിച്ചല്ലോ ഒരു ടീമിന്. ഞാൻ ഒരിക്കലും ഒരു മേയറുടെ മാത്രം ക്രെഡിറ്റാണ് നല്ലത് വിശ്വസിക്കുന്നത്. കാരണം ഈ പദ്ധതികളൊക്കെ ഉരുത്തിരിഞ്ഞു വരുന്നത് പല കമ്മിറ്റികളിലൂടെയല്ലേ. പിന്നെ ആ കമ്മിറ്റിക്കാരുടെ വലിയൊരു ഇതുണ്ടാവും, അതിനകത്ത് നിർണായകമായൊരു പങ്ക്, അതിന് ഒരു പ്രോത്സാഹനം, അതിന് നല്ലൊരു മീറ്റിംഗ്, അതിലൊരു തീരുമാനം എടുക്കാനുള്ള ഒരു വേഗത, ഇതൊക്കെയാണല്ലോ മേയർ ചെയ്തു കൊടുക്കേണ്ടത്. അപ്പോൾ ഇറ്റ്സ് എ ടീം വർക്ക് ഫൈനലി. അപ്പോൾ ആ ഒരു ടീം വർക്കിൽ നന്നായി കൊണ്ടുപോകാൻ സാധിച്ചു എന്നൊരു ചാരിതാർത്ഥ്യമുണ്ട്. പക്ഷേ KC ശോഭിതയ്ക്ക് അതായിരിക്കില്ല അഭിപ്രായം, അല്ലേ? 15 വർഷമായി കൗൺസിലറാണ്, കഴിഞ്ഞ വർഷം കക്ഷി നേതാവുമായിരുന്നു. എങ്ങനെയാണ് ഈ കഴിഞ്ഞ 5 വർഷത്തെ വിലയിരുത്തുന്നത്? ഞങ്ങള് ഇപ്പോൾ മേയർ പറഞ്ഞ മാതിരിയല്ല എനിക്ക് പറയാനുള്ളത്. 15 വർഷത്തെ കൗൺസിൽ കാലയളവിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ഏറ്റവും കൂടുതൽ അഴിമതി വിഷയങ്ങൾ ചർച്ച ചെയ്ത കൗൺസിൽ ഈ പ്രാവശ്യത്തെ 2020-25 കൗൺസിലായിരിക്കും. ഏറ്റവും കൂടുതൽ ഭിന്നാഭിപ്രായങ്ങൾ ഉണ്ടായ കൗൺസിൽ. അപ്പം ഈ നമ്മൾ സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങളും പല വിഷയങ്ങളിൽ വിയോജിപ്പുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ അടിസ്ഥാനപരമായിട്ടുള്ള ഒരുപാട് സൗകര്യങ്ങൾ നമുക്ക് ചെയ്തു കൊടുക്കാമായിരുന്ന ഒരുപാട് കാര്യങ്ങൾ നിവൃത്തി ചെയ്യാൻ സാധിക്കാതിരുന്ന ഒരു കൗൺസിൽ. ശൗചാലയങ്ങൾ, പാർക്കിംഗ് പ്ലാസകൾ, ഡ്രെയിനേജ് കണക്ടിവിറ്റി, അതുപോലെ പാർക്കുകൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ജനം ആഗ്രഹിക്കുന്ന, അതുപോലെ ജനങ്ങൾ എന്നും ചർച്ച ചെയ്യുന്ന നമ്മുടെ പുതിയ സ്റ്റാൻഡ്, അങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങൾ ഇന്നും വിഷയങ്ങളായിരിക്കുകയാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളെ ഒന്നും അഡ്രസ്സ് ചെയ്തിട്ടില്ല എന്നാണ് തോന്നുന്നത്. പിന്നെ അവിടെ നടന്നിട്ടുള്ള കാര്യങ്ങളിൽ പോസിറ്റീവായിട്ട് പ്രതിപക്ഷം എന്നുള്ള രീതിയിൽ സഹകരിക്കേണ്ട എല്ലാ വിഷയങ്ങളിലും സഹകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, ഞങ്ങളുടേതായ കോൺട്രിബ്യൂഷൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നാണ് വിശ്വാസം. ഈ എതിർപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും മറ്റിടങ്ങളിൽ പ്രത്യക്ഷമാവുന്ന രീതിയിൽ ഒരു വലിയ കലഹം അല്ലെങ്കിൽ മോശമായ പെരുമാറ്റം, മേയറെ അപമാനിക്കുക, അങ്ങനൊന്നും കാര്യമായി ഇവിടെ ഉണ്ടായിട്ടില്ലെന്ന് തോന്നുന്നു, അല്ലേ? എങ്ങനെയായിരുന്നു? ഒരു ക്രിയാത്മക പ്രതിപക്ഷമായിരുന്നു ആ അർത്ഥത്തിൽ? ഒരർത്ഥത്തിൽ ക്രിയാത്മക പ്രതിപക്ഷം തന്നെയായിരുന്നു. പല കാര്യങ്ങളും അവർ ചൂണ്ടിക്കാണിക്കും, ചില കാര്യങ്ങൾ അത് ശരിയായിരിക്കും, നമ്മളത് കറക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ആ ഒരു രീതിയിലാണ് പോയിട്ടുള്ളത്. എന്നാലും ഈ പറഞ്ഞതുപോലെ ഭരണ പ്രതിപക്ഷ എന്താ പറയുക, നമ്മളങ്ങനെ ഒരു ധാരണയുണ്ടല്ലോ, ഭരണം എന്ത് ചെയ്താലും അതിനകത്ത് 90 പോയിന്റ് പ്ലസ് ആയിരിക്കും, 10 പോയിന്റ് ആയിരിക്കും നെഗറ്റീവ്. അപ്പോൾ ആ 10 പോയിന്റിനെ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുമ്പോൾ ഞാൻ വിചാരിക്കും എന്നാലും 90 ഇവർ കാണുന്നില്ലല്ലോ എന്ന്. അപ്പോൾ നോക്കുമ്പം ഒരു അലിഖിത നിയമമാണെന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെ നല്ല കാര്യം ചെയ്താലും എതിർക്കുക എന്നത്, അത് പ്രതിപക്ഷം തുടക്കത്തിലൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അവസാനം എനിക്ക് തോന്നുന്നു അവരുടെ പാർട്ടിയുടെ ഒരു നിലപാടായിരിക്കും എന്തിനും എതിർക്കുക, മാറി നിൽക്കുക എന്നത്. അത് ശരിക്ക് കോഴിക്കോട്ടെ UDFന്റെ സ്വഭാവമായിരുന്നില്ല. പക്ഷേ അവരുടെ ഒരു രാഷ്ട്രീയപരമായ നയം അങ്ങനെ വന്നതുകൊണ്ടാണ് അവർ വിട്ടു നിൽക്കേണ്ടി വന്നത് പലതിലും. നമുക്കൊക്കെ അറിയായിരുന്നു അത്. സെൻട്രൽ മാർക്കറ്റിലൊക്കെ നമ്മുടെ SKയുടെ ഒക്കെ ഒരു പിന്നെ പങ്കാളിത്തം, അദ്ദേഹം എടുത്തിട്ടുള്ള ഒരു ലീഡർഷിപ്പ് നമുക്കൊക്കെ അറിയാം, അങ്ങേയറ്റം അഭിനന്ദനീയമായിരുന്നു. പക്ഷെ അതിന്റെ ഉദ്ഘാടന സമയത്ത് അദ്ദേഹത്തിന് മാറി നിൽക്കേണ്ടി വരികയാണ് രാഷ്ട്രീയപരമായ കാര്യങ്ങളെ കൊണ്ട്. അതുപോലെ തന്നെയാണ് ശോഭിതയെ. പറഞ്ഞ പല കാര്യങ്ങളും നമ്മൾ നടപ്പിലാക്കുമ്പോൾ ഇവരുടെ ഒരു പങ്കാളിത്തമില്ലായ്മ നമ്മളൊരു വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട് ശരിക്കും. വേറൊന്നുണ്ടല്ലോ, ഇപ്പോൾ ഭൂരിപക്ഷം ഇല്ലേ എന്ന് ചോദിക്കുക, അതല്ലല്ലോ. കോഴിക്കോട് കോർപ്പറേഷന്റെ ഒരു പാരമ്പര്യം ഞാൻ മനസ്സിലാക്കിയിടത്തോളം 2 കൂട്ടരും എന്തൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായാലും വളരെ ഒരുമിച്ച് നിന്ന് ഏത് കാര്യത്തിനും പോകുന്ന ഒരു രീതിയായിരുന്നു തുടക്കത്തിൽ നമ്മൾ വന്നപ്പോഴൊക്കെ. അവസാനമായപ്പം അതിനൊക്കെ രാഷ്ട്രീയപരമായ കാരണങ്ങൾ കൊണ്ട് മാത്രമാണ്. അത് ഞങ്ങളുടെ UDFനെ കുറ്റം പറയില്ല, ഇവിടുത്തെ കോർപ്പറേഷൻ കൗൺസിലിനെ അകത്തിൽ ഞാൻ കുറ്റം പറയില്ല. കാരണം തെക്കോട്ടൊക്കെ ഇങ്ങനെയൊക്കെ മാറി നിൽക്കണമെന്ന് പറഞ്ഞിട്ടും അവിടുത്തെ MPയും MLAയും കൗൺസിലർമാരും ഒക്കെ ഈ വികസന സദസ്സൊക്കെ നടത്താനും, കാരണം UDF ഭരിക്കുന്ന കോർപ്പറേഷനുകളും പഞ്ചായത്തുകളും ഒക്കെ ഇല്ലേ, അവിടെയൊക്കെ വികസന സദസ്സ് അവർ നടത്തി എന്നുള്ളതാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ കോഴിക്കോട് ഇവർ മാറി നിന്നപ്പോൾ നമുക്കൊരു, പക്ഷെ ഇവർ ഞങ്ങളുടെ കമ്മ്യൂണിസ്റ്റുകാരുടെ ഒക്കെ ഒരു നിഗമനത്തിൽ, പാർട്ടിയുടെ ഒരു തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു വിഭാഗം എന്ന് പറയുമ്പോൾ നമ്മൾ ഇവരെ ബഹുമാനിക്കണം. ആ അർത്ഥത്തിൽ അവരെ കേന്ദ്ര നേതൃത്വം എടുത്തൊരു തീരുമാനത്തോട് ഉറച്ചു നിന്ന ആൾക്കാരാണ് കോഴിക്കോടുള്ള UDFകാർ. ആ അർത്ഥത്തിൽ ഒരു ബഹുമാനം ഉണ്ടെങ്കിലും മറ്റുള്ള സ്ഥലങ്ങളിൽ അവരിതൊക്കെ ചെയ്യുമ്പോൾ ഇവിടെ ഇവർക്ക് നമ്മുടെ കൂടെ നിൽക്കാമായിരുന്നല്ലോ
എന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷെ ഒരു ക്രിയാത്മക പിന്തുണ നൽകിയിട്ടില്ലേ പലപ്പോഴും, നല്ല നിർദ്ദേശങ്ങൾ, ഒപ്പം ഒരു ക്വാളിറ്റി ഉള്ള എതിരാളിയായിരുന്നു ശോഭിത എന്ന് പറയുന്നത് കൃത്യമായി. അത് ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ, നമ്മളെല്ലാവരും ആ പരിഗണന കൊടുത്തിട്ടുണ്ട് ശോഭിതയ്ക്ക്. ശോഭിത പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവസാനം പറയും, അവസാനം ശോഭിത പറയാണ്. അപ്പോൾ പക്ഷേ ആ ഒരു കാര്യങ്ങളൊന്നും, ആ ചിട്ടവട്ടങ്ങളൊന്നും പാലിക്കാതെ ഇരുന്നിട്ടുമുണ്ട് പല പ്രാവശ്യവും. ഒടുവിൽ ഞാൻ ഒറ്റ പ്രാവശ്യം അത് പറഞ്ഞോളൂ ശോഭിതയോട്. ശോഭിതയ്ക്ക് അത് മനസ്സിലായി. ഞാൻ ശോഭിത സംസാരിച്ച് കഴിഞ്ഞിട്ട് പിന്നെ സംസാരിക്കരുത്, ഒന്നുകിൽ അവസാനിക്കണം. സാധാരണ നമുക്കൊരു കൺവെൻഷൻ അങ്ങനെയാണ്, അതായത് നമ്മുടെ പാർട്ടി ലീഡർ ഏറ്റവും ഒടുവിലേ സംസാരിക്കൂ. അത് കഴിഞ്ഞാൽ പിന്നെ ആ പാർട്ടിയിൽ ആരും രണ്ടാമത് സംസാരിക്കരുത്. പിന്നെ ഒരു വിഷയത്തെക്കുറിച്ച് ഒരാൾ സംസാരിച്ചിരുന്ന് കഴിയുമ്പോൾ പിന്നെ വീണ്ടും വീണ്ടും അയാൾ തന്നെ അത് പറയാനായിട്ട് എഴുന്നേൽക്കരുത്. ഇങ്ങനെ അതിപ്പോൾ ശോഭിത എന്ന് പറഞ്ഞു, സാധാരണ നമ്മൾ കൗൺസിലിൽ പരിപാലിച്ചു പോരുന്ന പല ചിട്ടവട്ടങ്ങളും പൂർണ്ണമായിട്ട് പാലിക്കാൻ കഴിയാത്തൊരു കൗൺസിലാണെന്ന് ശോഭിത പറഞ്ഞു. അപ്പം അതിനകത്ത് എല്ലാവർക്കും പങ്കുണ്ടെന്നാണ് ഞാൻ പറയാം. അപ്പോൾ ആ ഒരു ചിട്ടയിൽ അങ്ങനെ പോകാൻ കഴിഞ്ഞില്ലെങ്കിലും ഇങ്ങനെയൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായെങ്കിലും നമ്മളുടെ ഉള്ളിലുള്ള ഒരു സ്നേഹബന്ധം എല്ലാ കൗൺസിലർമാരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. അത് പലപ്പോഴും പറയാറുണ്ട്, ഞങ്ങളൊക്കെ തമ്മിൽ പറയും. കാരണം ടീച്ചറായിരുന്നു, പ്രിൻസിപ്പളായിരുന്നു, പക്ഷേ കൗൺസിൽ എത്തിയാലും പ്രിൻസിപ്പളാണ്. ഈ നിങ്ങൾ ബഹളം വെക്കുമ്പോഴത്തേക്ക് ശോഭിത എന്താന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അവിടെ ഇരിക്കും. ഒരു അനുസരണ കാണിക്കാറുണ്ട്. അനുസരണ മാത്രമല്ല, ഒരു ബഹുമാനം കാണിക്കാറുണ്ട്. തീർച്ചയായിട്ടും. കാരണം ടീച്ചറും ഇങ്ങോട്ട് ആ ഒരു റെസ്പെക്ട് തന്നുകൊണ്ടല്ലാതെ ഒരിക്കലും ബീന ടീച്ചർ പെരുമാറിയിട്ടില്ല. ഞാൻ മേയറെ തന്നെയാണ് വിളിക്കാറ്. അപ്പം എനിക്ക് പറയാനുള്ളത്, പലപ്പോഴും ഇവരുടെ ഭാഗത്ത് നിന്ന്, ചില നേതാക്കന്മാരുടെ ഭാഗത്ത് നിന്നൊന്നും കിട്ടാത്ത രീതിയിലുള്ള റെസ്പെക്റ്റ് തന്നിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഗിവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട് എന്നല്ലേ, ആ രീതിയിൽ മേയർ ഞങ്ങളുടെ എല്ലാവരുടെയും ബഹുമാനം അർഹിക്കുന്ന ഒരാളായിട്ട് തന്നെ, അതിനപ്പുറം വളരെ ലവിങ് ആയിട്ട് പേഴ്സണലായിട്ടുള്ള വിഷയങ്ങൾ ചോദിക്കുകയും അന്വേഷിക്കുകയും ഒക്കെ ചെയ്യുന്ന വളരെ വോമായിട്ടുള്ള, വളരെ സ്നേഹമുള്ള ഒരാളായിട്ടാണ് കണ്ടിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഇടയിൽ തന്നെ എല്ലാവരും പറയാറുണ്ട്, മേയർക്ക് ശോഭിതയോട് ഒരു സോഫ്റ്റ് കോർണർ ഉണ്ട് എന്ന്. അപ്പൊ തിരിച്ചു അങ്ങനെയും പറയാറുണ്ട്, ശോഭിതയ്ക്ക് മേയറോട് ഒരു സോഫ്റ്റ് കോർണർ ഉണ്ട്, എന്താണെന്നറിയില്ല. അപ്പൊ അങ്ങനെ ഒരു ഇഷ്ടം എപ്പോഴും ഉണ്ടാവാറുണ്ട്. മേയർ എൻ്റെ ഒരു വല്ലാതെ മുഷിഞ്ഞൊരു വേഷം ധരിച്ച മേയർ പറയും, ഇതിനി പുറത്തൊന്നും ഇടരുത് കേട്ടോ. അതുപോലെ തന്നെ തിരിച്ച് മേയറുടെ ഡ്രസ്സിങ്ങോ അല്ലെങ്കിൽ മേയറുടെ ഹെയറിന്റെ ഗെറ്റപ്പ് ഒക്കെ ഒന്ന് മാറിയാലും ഞാനും പറയും, ഇങ്ങനെ പറ്റില്ല കേട്ടോ. ഞാനൊരു കാര്യം കൂടെ കാണിക്കാം. ഞാനൊരു തവണ കൗൺസിൽ വരുമ്പോൾ മേയർ ബാഗിനകത്തുനിന്നൊരു ഡൈ എടുത്തിട്ട്, അല്ലെ, മുടി ഡൈ ചെയ്യാന്നപ്പം എന്നോട് രഹസ്യമായിട്ട് പറഞ്ഞു, ശോഭിത തന്നതാ. അതെന്താന്ന് വെച്ചാൽ അവർക്ക് എപ്പോഴും ഞാൻ അങ്ങനെ ഒരു നല്ല ഡൈ ഒക്കെ ചെയ്ത് യങ്ങായിട്ട് കാണണം എന്നെ എന്ന് ആഗ്രഹിക്കുന്നത് മക്കളാണ്. സാധാരണ അമ്മ നന്നായി ഡൈ കാണണമെന്ന് വിചാരിക്കുന്നത്, ഡൈ ചെയ്യാതെ അല്ല, ഡൈ ചെയ്തൊക്കെ സുന്ദരിയായിരിക്കണം എന്ന് വിചാരിക്കുന്ന ആൾക്കാർ മക്കളാണ്. എന്റെ മോനോട് പറഞ്ഞു, എന്റെ കല്യാണം കഴിയുന്നവർ അമ്മ ഡൈ ചെയ്യണം കേട്ടോ എന്നാണ്. ഇപ്പൊ അവരെന്നിട്ട് ഫോട്ടോ കാണും, ഇപ്പെന്താ ഇങ്ങനെ അമ്മ എന്താ ഡൈ ചെയ്ത, നീ എന്താ പറഞ്ഞത്, നിന്റെ കല്യാണം വരെയതല്ലേ, നിന്റെ കല്യാണം വരെ ഞാൻ ഡൈ ചെയ്തല്ലോ എന്ന് തമാശക്ക് പറയും. പക്ഷെ അത് ഒരു സൗഹൃദത്തിന്റെ. അല്ല, അത് കഴിഞ്ഞ് പിന്നീട് കുറച്ച് നാള് ഡൈ ചെയ്യാതെ വന്നു, അപ്പോഴാണ് ശോഭിതയ്ക്ക് വിഷമമായത്, ഇല്ലേ? അത് ഈ ഡൈ ചെയ്യുന്നതിന് സമയം എടുക്കൂലേ. പിന്നെ ഞാൻ വിചാരിക്കും, ഇനിയിപ്പോ എന്താ ഞാൻ ഡൈ ചെയ്യുന്നത്, 65 വയസ്സൊന്നും കഴിഞ്ഞാൽ പിന്നെ ഡൈ ചെയ്യരുത് എന്നൊക്കെ പണ്ടേ വിചാരിച്ച ആളാ ഞാൻ. പക്ഷെ ഈ ഒരു സ്ഥാനത്തിരിക്കുമ്പോൾ സ്റ്റേജിൽ നിന്ന് പോലും ഓരോരുത്തർ എന്റെ കയ്യെ പിടിച്ചിട്ട്, ടീച്ചറേ നിങ്ങൾ എന്തായാലും ഡൈ ചെയ്യണം കേട്ടോ, നിങ്ങൾ ഡൈ ചെയ്യാതെ വരരുതിട്ടോ എന്നൊക്കെ സ്റ്റേജിൽ നിന്ന് ഓരോരുത്തർ പറയാം എന്നോട്. അപ്പോൾ പിന്നെ ഞാൻ വെച്ച വിചാരങ്ങൾ എന്തായാലും നമ്മളെ അങ്ങനെ കാണാൻ ഇഷ്ടപ്പെടുന്നു. അപ്പോൾ പിന്നെ ഇവിടുന്ന് ഇടയ്ക്കിടയ്ക്ക് ഒരു ചൊട്ട് കിട്ടും, നീ മനഃപൂർവ്വം പ്രതിഷേധം പോലെ മൂടി, അങ്ങനെയൊന്നും അല്ല സത്യത്തിൽ, നീ ഡൈ ചെയ്യാൻ നടക്കുക എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് സങ്കടമാവും. സത്യത്തിൽ അങ്ങനെ ഒന്നും ഞാൻ വിചാരിച്ചിട്ടേ അല്ല, ഐ ഡോണ്ട് ബോദർ. അതാണ്. പക്ഷെ അതൊരു കൺസേൺ ആയിരുന്നല്ലേ, ഈ അത് കാണുമ്പോ ഒരു വിഷമമായിരുന്നു. എനിക്ക് വലിയ സങ്കടമായിരുന്നു. ഞാൻ പറയും, ഞങ്ങളുടെ മനസ്സിൽ മേയർ ഇങ്ങനെയല്ല, ഇതെന്തായാലും സമ്മതിക്കില്ല. ഞാൻ കുറെ തവണ പറഞ്ഞപ്പോ മേയർ കേട്ടില്ല. അപ്പൊ എനിക്ക് തോന്നി ഇതിപ്പോ നടക്കൂല. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ വാങ്ങിയിട്ടാ വന്നത്, ഇത് ചെയ്തോളൂ. കൈയോടെ വാങ്ങിക്കൊടുത്തു. അതെ, വാങ്ങിക്കൊണ്ടുവന്നു. അതൊക്കെ അതിൽ എഴുതിയിട്ടുണ്ട്, ഈസി ടു യൂസ് ആണ്, ഒന്നുമില്ല, നേർക്ക് സമയമൊന്നും പോവില്ല. അപ്പൊ അങ്ങനെ കൊണ്ടു കൊടുത്തു. അപ്പം പിറ്റേ കുറച്ചു ദിവസം കഴിഞ്ഞപ്പം ഹാപ്പിയായി. മേയറെ പഴയ ആ ഭംഗിയില് നമ്മുടെ മനസ്സിലുള്ള മേയറായിട്ട് തന്നെ കണ്ടപ്പോ. അതാണല്ലേ, ഈ സ്ത്രീകള് തമ്മില് പ്രശ്നമാണ്, ബഹളമാണെന്നൊക്കെയാണ് പുറത്ത് പറയുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നത്, ഞാൻ ഇത്രയും അടുത്തിടപഴകുന്ന ആളുകളെ കണ്ടത് ഇവിടെ, നിങ്ങളോടൊക്കെ പരസ്പരം സംസാരിക്കുമ്പോൾ നിങ്ങൾ രണ്ടുപേരും പരസ്പരം കൺസേൺ ആയിട്ടാ സംസാരിക്കുന്നല്ലേ. അങ്ങനെ ഒരു കൺസെപ്റ്റ് നമുക്ക് ഉണ്ടായിരുന്നല്ലേ. ഈ സ്ത്രീകളൊക്കെ എത്തുമ്പോൾ ഈ 50% ഒക്കെ നേടി വരുമ്പോൾ വലിയ പ്രശ്നങ്ങളായിരിക്കും. എനിക്ക് ഏറ്റവും ദേഷ്യമുള്ള കാര്യം എന്താ അറിയോ,
എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ അതല്ലെങ്കിൽ രണ്ട് പെണ്ണുങ്ങൾ തമ്മിൽ ചേരൂല, അതിന് വേറൊരു വാക്കും കൂടി ഉണ്ടല്ലോ, രണ്ട് തല ചേരും അങ്ങനെ ചേരൂല എന്നൊക്കെ ഉള്ളത്. അത് കേൾക്കുമ്പോൾ എനിക്ക് വല്ലാത്ത ഈർഷ്യ തോന്നാറുണ്ട്. ഞാൻ ടീച്ചർ എന്നുള്ള നിലയ്ക്ക് ഏറ്റവും കൂടുതൽ സ്ത്രീകളുള്ള സ്റ്റാഫ് റൂമിലല്ലേ വർക്ക് ചെയ്യുന്നത്. ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്ക്. പക്ഷെ എത്ര നന്നായിട്ട് സ്നേഹത്തോട് കൂടിയിട്ടാ. അവിടെ എല്ലാവരും പറയും അത് നിങ്ങൾ പ്രിൻസിപ്പൽ സ്റ്റാഫും അല്ലല്ലോ, അമ്മയും മക്കളും അല്ലേ എന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ അതുപോലെ നടന്ന എന്നോട്, ഞാൻ ടീച്ചറായിരുന്ന കാലത്തും പ്രിൻസിപ്പളായിരുന്ന കാലത്തും സ്ത്രീകളായി എന്നുള്ളതുകൊണ്ട് ഒരു തരത്തിലുള്ള വിഷമവും നമ്മുടെ ഇടയിൽ ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, കൂടുതലായിട്ട് ഞാൻ സ്ത്രീകളുടെ വിഷമം മനസ്സിലാക്കുന്ന ഒരു പ്രിൻസിപ്പളും കൂടിയായിരുന്നു. കണ്ണൊന്ന് വാടിയാ ഞാൻ ചോദിക്കും എന്താ വീട്ടിൽ വിഷമമുണ്ടോ, കൊച്ചിന് സുഖമില്ല എന്ന് പറയും. ഞാൻ പറയും നേരത്തെ പൊക്കോട്ടോ, പീരീഡൊക്കെ അഡ്ജസ്റ്റ് ചെയ്തെടുത്തിട്ട് നേരത്തെ പോയിക്കോ, അങ്ങോട്ട് പറയുന്ന ഒരു പ്രിൻസിപ്പളായിരുന്നു ഞാൻ. അത്രയും കൺസേൺ ആയിരുന്നു എനിക്ക് സ്ത്രീകളുടെ കാര്യത്തിൽ. അങ്ങനെയുള്ള എന്നോട് ഇങ്ങനെയൊക്കെ ആൾക്കാർ പറയും, എനിക്ക് ഭയങ്കരമായിട്ട് അമർഷം തോന്നാറുണ്ട്. എന്താ ഇവരിപ്പോഴും മനസ്സിലാക്കാത്തത് നമ്മളെ എന്ന്. ശോഭിതയതെ ഞങ്ങളൊക്കെ തമ്മിൽ അങ്ങനെ ഒരു അവിടെ മൊത്തത്തില് നമ്മുടെ കൂടെയുള്ളവരായാലും ആരായാലും മൊത്തത്തിൽ എനിക്ക് ആരോടും സ്ത്രീ എന്ന നിലയിൽ കുറച്ചും കൂടി സ്നേഹം കൂടുതലാണ്. അവരെ എനിക്ക് കുറെ കൂടി മനസ്സിലാക്കുന്നു. അവരോട് ഞാൻ കൂടുതൽ അലിവ് കാണിക്കും. കാരണം അവർക്ക് അത്രയല്ലേ വരാൻ പറ്റൂ, നിങ്ങൾ പോയിക്കോ കേട്ടോ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ പോന്നിട്ടുള്ളത്. അല്ലാതെ പൊതുവെ എല്ലാവരും പറയുന്ന മാതിരി പെണ്ണുങ്ങളായതുകൊണ്ട് നമ്മൾ തമ്മിൽ കുശുമ്പും അസൂയുണ്ട് എന്നൊക്കെ വെറുതെ പറയണത്. അങ്ങനൊരു തമ്മിത്തല്ലുകാരല്ലല്ലേ, ഈ ഈഗോ കൂടുതൽ പുരുഷന്മാർക്കാണ് തോന്നുന്നു. സത്യമായിട്ടും ഞാൻ പറയാറുണ്ട് മേയറോട്, ഈ കുശുമ്പൊക്കെ കൂടുതൽ പുരുഷന്മാർക്ക്. സത്യമാണ് കേട്ടോ. എനിക്ക് തോന്നിയിട്ടുള്ളത്, ഞാൻ ഇടപെട്ടിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ പുരുഷന്മാരാണ് കൂടുതൽ കുശുമ്പും കുന്നായ്മയും പരദൂഷണവും ഒക്കെ. ഞങ്ങളൊന്നും തമ്മിൽ ആരെക്കുറിച്ചും അങ്ങനെയൊന്നും പറയുന്നതായിട്ട് എനിക്കറിയില്ല. ഞങ്ങളുടെ ഇടയിൽ ഇപ്പോൾ വേറെയും സ്ത്രീകളായിട്ടുള്ള കൗൺസിലേഴ്സ് ഉണ്ട്. ഇപ്പോൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ, അതുപോലെ നവ്യ, അങ്ങനെ നല്ല സൗഹൃദങ്ങൾ. അത് വേറെ കക്ഷിയിലുള്ള ആളുകളൊക്കെ ആയാലും വളരെ ഹെൽത്തി ആയിട്ടുള്ള സൗഹൃദം കാത്തു സൂക്ഷിക്കുന്ന, നല്ല ഏറ്റവും ജെന്റിലായിട്ട് പെരുമാറുന്ന ഒരുപാട് സ്ത്രീകളുള്ള കൗൺസിലായിരുന്നു എൻ്റെ ഒരു വിശ്വാസം. മേയർക്ക് നേരത്തെ പറഞ്ഞ ഓരോ വിഷമം ഉണ്ടായിട്ടുണ്ടോ? എന്തെങ്കിലും കാര്യങ്ങൾ പറയുമ്പോൾ ആളുകൾ അംഗീകരിക്കാതിരിക്കുക, അല്ലെങ്കിൽ അങ്ങനെ ഒരു പുരുഷ മേധാവിത്വമുള്ള ഒരു സമൂഹമാണ് നമ്മുടെ കൗൺസിലും അതിന്റെ ഒരു പരിച്ഛേദം ഉണ്ട്. പ്രശ്നമായിരിക്കില്ല എന്ന് എനിക്ക് തോന്നുക. അവർക്കതൊരു പക്ഷേ അതിന്റെ ആ ഒരു ഒന്നുകിൽ തിരക്കും ഉണ്ടാവാം, അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രാധാന്യം അവർക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല നമ്മൾ പറയുന്നത്. അപ്പൊ പിന്നെ കുറച്ച് കഴിയുമ്പോൾ അയ്യോ അന്നൊരു കാര്യം പറഞ്ഞില്ലേ, അത് ഇനി നമുക്ക് കിട്ടാൻ വല്ല സാധ്യതയുണ്ടോ ചോദിക്കും. അപ്പൊ ഞാൻ പറയും ആ ചാപ്റ്റർ ഞാൻ അടച്ചു, എനിക്കിതിവിടെ ആരും അത് സ്വീകരിക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഇനി എനിക്ക് രണ്ടാമത് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല എന്ന് പറയും ഞാൻ. അപ്പൊ അതിനർത്ഥം എന്താന്ന് വെച്ചാൽ നമ്മൾ ആ പറഞ്ഞതിന്റെ ഒരു ഗൗരവം അപ്പൊ അവർക്കൊന്നും മനസ്സിലായില്ല. അവരുടെ മനസ്സ് എന്തെങ്കിലും കാര്യങ്ങൾ ഗൗരവമായി ചിന്തിക്കുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞതിന് ഗൗരവം കൊടുക്കാത്തതാവാം കാരണം. പല കാര്യങ്ങളും ഞാൻ പറയുമ്പോൾ അത് പിന്നെ വിമർശനാത്മകമായി പറയും, ഇന്ന ആളാണ് അത് പറഞ്ഞതെന്ന് പറയുമ്പോൾ അങ്ങനെയാണോ എന്ന് ചോദിക്കുകയും ചെയ്യും. അപ്പൊ നമ്മുടെ സെക്രട്ടറി ചോദിക്കും അത് ശരി, അപ്പൊ മേയർ പറയാതെ വേറൊരാൾ പറയുമ്പോൾ അത് സ്വീകരിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടല്ലേ. പക്ഷെ മേയറുടേതായ പവർ ചില സമയത്ത് ഉപയോഗിക്കേണ്ടി വരും. അത് ചിലപ്പോൾ നമുക്ക് പറയേണ്ടി വരില്ലേ, പറ്റില്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. ഞാൻ കഴിയുന്നത്ര അധികാരം അടിച്ചേൽപ്പിക്കാതിരിക്കാൻ ശ്രദ്ധിച്ചിരുന്നു. കാരണം എന്നെ സംബന്ധിച്ച് എ ഗുഡ് ഗവൺമെന്റ് ഈസ് ദ ഗവൺമെന്റ് ദാറ്റ് ഗവേൺസ് ദ ലീസ്റ്റ് എന്നാ പറയാ. നമ്മൾ മറ്റൊരാളെ ഭരിക്കുന്നുണ്ട് എന്ന് അവർക്ക് തോന്നരുത്. കാരണം അവർക്ക് തന്നെ ഞങ്ങളിതെല്ലാം ചെയ്യണം എന്ന് സ്വതസിദ്ധമായി അവരെ കൊണ്ട് തോന്നിപ്പിക്കുക എന്നതാണ് ഏറ്റവും നല്ല ലീഡർഷിപ്പ് എന്നാണ് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഒരു ട്രാൻസ്ഫോർമേഷണൽ ലീഡർഷിപ്പ്. നമ്മൾ അവരെ മാറ്റാണ് ടുവേർഡ്സ് ദി ബെറ്റർമെന്റ് ഓഫ് ദ സൊസൈറ്റി. അവർക്ക് തന്നെ ഭയങ്കര മനസ്സിൽ സന്തോഷം ഉണ്ടാവും. അവർക്കൊരു ജോലി ചെയ്യുമ്പോൾ നമ്മൾ പിന്തുണ കൊടുക്കുന്നു, ചെറിയ പോരാ സാരയില്ല, എല്ലാവർക്കും അങ്ങനെയൊക്കെ പറ്റും, പോട്ടെ, അങ്ങനെയൊക്കെ പറഞ്ഞ് പ്രോത്സാഹിപ്പിച്ച് നന്നായി ചെയ്യുമ്പം അവർക്ക് അതിനോടൊരു ഓണർഷിപ്പ് ഉണ്ടാവും. നേരല്ലേ, ഇത് എന്റെ പ്രോജക്റ്റാണ്, ഞാൻ പറഞ്ഞിട്ട് നേരെ സമ്മതിച്ചിട്ടാണ്, ഞാൻ ചെയ്തതാണ്. അങ്ങനെ വരുമ്പോഴാണ് ഒരു സന്തോഷം ഉണ്ടാവുള്ളൂ ഒരു സ്ഥാപനത്തിൽ. അങ്ങനെയുള്ള ലീഡർഷിപ്പിൽ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാനിങ്ങനെ അടിച്ചു ചീത്ത പറയോ അല്ലെങ്കിൽ അധികാരം ഉപയോഗിച്ചുകൊണ്ട് പറയാ, കഴിയുന്നത്ര ഞാൻ ആ അധികാരത്തിന്റെ ഭാഷ ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, കഴിയുന്നത്ര. പക്ഷേ വേണ്ടടുത്ത് പറഞ്ഞിട്ടുണ്ട്. ചിലർക്കൊരു വിചാരമുണ്ട് ഞാൻ എന്തോ വളരെ ഒരു ഭാവമായിട്ട് ഇങ്ങനെ, അങ്ങനെയൊന്നും അല്ല. അത് ഒരിക്കലും റിയാസ് മിനിസ്റ്റർ പറയണ്ടായി, നിങ്ങൾ വിചാരിക്കുന്ന ആളല്ല കേട്ടോ മേയർ. അത് നമ്മൾ കയർത്ത് സംസാരിച്ചിട്ടോ അധികാരം ഉപയോഗിച്ചിട്ടോ അല്ല. നമ്മളിപ്പോൾ ഒരു കാര്യം അവരോട് പറയാൻ നോക്ക്, നിങ്ങൾക്കിത് സാധിക്കില്ല, ഇത് കോർപ്പറേഷനെ കൊണ്ടേ സാധിക്കൂ, അതുകൊണ്ട് ഒട്ടും വിഷമിക്കരുത്, ധൈര്യമായിട്ട് ഞങ്ങളെ ഏൽപ്പിക്കണം, നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്പൊ അവരത് വേഗം തന്നെ തയ്യാറാവാണ്, കോർപ്പറേഷൻ തന്നെ ചെയ്തോട്ടെ, കോർപ്പറേഷൻ നമുക്കത് കൊടുത്തേക്കാം എന്നവർ വിചാരിക്കാൻ ഉദാഹരണം പറഞ്ഞതാണ്. അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ അധികാരത്തിന്റെ ഭാഷ ഉപയോഗിച്ചോ? ഇല്ല, സത്യം മാത്രം നമ്മൾ പറയുന്നു. അതുകൊണ്ട് നിങ്ങൾ കോർപ്പറേഷനെ ഏൽപ്പിക്കണം. പക്ഷെ അതിൻ്റെ അകത്തൊരു അധികാര സ്വഭാവം ഉള്ളിലുണ്ടായിരുന്നു, കാരണം ഞങ്ങൾക്ക് തരാനേ പറ്റുള്ളൂ.
വേറെ ആരും കൊടുക്കാൻ പറ്റില്ല. ഇച്ചിരി നല്ല അതെനിക്കറിയാം. അല്ലല്ല, അതെനിക്കറിയാം. അത് ഞാൻ നേരത്തെ പറഞ്ഞു. അധികാരത്തിന്റെ ഭാഷ അങ്ങോട്ട് ഉപയോഗിക്കാതെ അവരെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് ഇന്ന രീതിയിൽ ഞങ്ങൾക്ക് ഇത് ചെയ്യാനായിട്ട് സാധിക്കൂ എന്ന് പറയുന്നു. ഇന്ന വ്യവസ്ഥ അവർ ചോദിക്കാതെ തന്നെ അങ്ങോട്ട് വെക്കുന്നു. അവർക്കും വലിയ സന്തോഷമാവും. ആ ഭാഷ തന്നെ അല്ലേ ഈ കൗൺസിൽ വരുമ്പോൾ പലപ്പോഴും ഈ ശോഭിതയൊക്കെ പറയുന്ന കാര്യങ്ങളും മേയർ അംഗീകരിക്കാറുണ്ട് അല്ലെ? ചില തീരുമാനങ്ങളൊക്കെ നടപ്പാക്കിയിട്ടുമുണ്ട് ഈ ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ. കാരണം എല്ലാ കാര്യങ്ങളും മേയർക്കോ ഭരണസമിതിക്കോ അവരുടെ കണ്ണിൽ മാത്രം പെടില്ല. അങ്ങനെ സാഹചര്യങ്ങളും ഇല്ലേ? അങ്ങനെ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം നമ്മളിപ്പോ ചില വിഷയങ്ങൾ കൗൺസിലിൽ നമ്മൾ കൊണ്ടുവരുന്ന സമയത്ത് വലിയ രീതിയിൽ അതിനെ വിമർശിക്കുകയും പിന്നെ ഞങ്ങൾ പറഞ്ഞെടുത്തെത്തിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. വെസ്റ്റിയിൽ ട്രീറ്റ്മെന്റ് STP അതന്ന് സോണ്ടയുടെ ഒരു സബ് കോൺട്രാക്ടർക്ക് കൊടുക്കുന്ന സമയത്ത് അന്ന് UDF മാത്രമാണ് അത് വിയോജിച്ചത്. ഞങ്ങൾ പറഞ്ഞു സോണ്ട അല്ല, STP അല്ല, അല്ല, ഇവിടെ വെസ്റ്റിയില് ബയോ മൈനിങ്ങിന് MCK കുട്ടിക്ക് കൊടുത്തിരുന്നു. അപ്പൊ ആ MCK കുട്ടി സോണ്ടയുടെ സബ് കോൺട്രാക്ടർ. അപ്പൊ ഞങ്ങൾ അന്നേ പറഞ്ഞു ഈ സോണ്ട പരാജയപ്പെട്ടതിന്റെ ഏറ്റവും വലിയ ഉത്തരവാദികളായിട്ടുള്ള ആളുകളാണ് ഇവര്. ഇപ്പൊ ഇവരെ ഈ വർക്ക് അവാർഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും അത് നടക്കാൻ പോകുന്നില്ല. അപ്പൊ അന്ന് ഞങ്ങളത് വിയോജിച്ചു. ഞങ്ങളന്ന് വിയോജിച്ചപ്പോൾ പിന്നെ നമ്മൾ കാണുന്നത് ആ കമ്പനി പിന്നെ അതുമായി മുന്നോട്ട് പോയില്ല. അവർക്ക് മറ്റ് എല്ലാ അവരുടെ വർക്ക് സ്പേസിലും ഇങ്ങനെ വർക്കുകൾ പകുതിയാക്കിയിട്ടിട്ട് ആ കമ്പനി വലിയ കടബാധ്യതയിലായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾ പറഞ്ഞെടുത്ത് പിന്നെ ആ കരാറ് ക്യാൻസൽ ചെയ്ത് മുന്നോട്ട് പോകേണ്ടി വന്നു. ഇപ്പോൾ പാർക്കിംഗ് പ്ലാസ അത് കൊടുത്തിരിക്കുന്ന കമ്പനിയെക്കുറിച്ച് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചിരുന്നു. കൗൺസിൽ ഞാൻ സബ്മിഷൻ കൊണ്ടുവന്നിരുന്നു. അന്ന് പറഞ്ഞു അല്ല, സർക്കാർ ഇതിന് അനുമതി തരുന്നു. പക്ഷെ സർക്കാരിലേക്ക് അയച്ചിട്ട് സർക്കാർ അനുമതി കൊടുക്കാത്തത് ഞാൻ പറഞ്ഞ ആരോപണം അത് സത്യമായതുകൊണ്ട് ആ കമ്പനിയുടെ CEO ആയ ആള് ക്രെഡിബിൾ അല്ലാത്ത ഒരാളായതുകൊണ്ട് ഒരിക്കലും ആ പദ്ധതി മുന്നോട്ട് പോവാനുള്ള സാഹചര്യം ഉണ്ടായില്ല. സർക്കാരിന് പോലും അനുമതി കൊടുക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. അപ്പൊ അങ്ങനെയുള്ള വിഷയങ്ങളിൽ പിന്നെ ടെക്നിക്കലി ചില വിഷയങ്ങൾ ഇപ്പൊ മേയർ പറഞ്ഞ മാതിരി പുരുഷന്മാരെ കുറിച്ച് പറഞ്ഞു. ഞങ്ങൾക്ക് നല്ല ധാരണയുണ്ട്. ഞങ്ങൾ ഇതിൽ വന്ന് പല കാര്യങ്ങളും നമുക്ക് അറിയില്ല എന്നുള്ള ധാരണ എന്നെ സംബന്ധിച്ചിട്ടുണ്ട്. മേയർക്കും പല കാര്യങ്ങളും നമുക്ക് ധാരണയില്ല. അപ്പൊ അറിയുന്നവരോട് ചോദിക്കാനും ആ ഫയലുകൾ വ്യക്തമായിട്ട് പഠിക്കാനും ശ്രമിക്കാറുണ്ട്. പഠിച്ചിട്ടാണ് ഞങ്ങൾ പോയിന്റ് ഔട്ട് ചെയ്യുന്നത്. നിങ്ങൾ തന്നെ കൗൺസിലിൽ വരുമ്പോൾ അപ്പൊ അത് മേയറും അങ്ങനെ തന്നെ. അപ്പൊ അതൊരു പലപ്പോഴും നമ്മൾ ടെക്നിക്കലി തെറ്റായ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ മേയർ ചിലത് ആ സാങ്കേതികത കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ ചിലത് മേയർക്കും പ്രഷർ വരുന്ന സാഹചര്യങ്ങൾ മേയർക്ക് സാങ്കേതികമായി ഞങ്ങൾ ശരിയാണെങ്കിലും പരിഗണിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ മേയർ പറയാറുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് തരുന്ന ഏറ്റവും വലിയൊരു അംഗീകാരമാണ്, ഒരു സ്പേസാണ്. ആ സ്പേസ് മേയർ തരുന്നു എന്നുള്ളത് ഇപ്പൊ പറഞ്ഞല്ലോ. ഈ ഒരു മുനിസിപ്പൽ സംവിധാനത്തിൽ പ്രതിപക്ഷ നേതാവ് എന്നുള്ള ഒരു പൊസിഷൻ ഇല്ല എന്ന് പറയുന്നു. പക്ഷെ കോഴിക്കോട് പ്രതിപക്ഷ നേതാവ് എന്നല്ലാതെ കൗൺസിൽ പാർട്ടി ലീഡറെ വിളിച്ചിട്ടില്ല. അത് കോഴിക്കോടിന്റെ മഹത്തരമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ്. നമ്മൾ പറയും ഇപ്പോൾ ജവഹർലാൽ നെഹ്റു അല്ലേ ആ സഭയിൽ നമ്മൾ പ്രതിപക്ഷ നേതാവിന്റെ പദവി നൽകി ഇരുത്തിയ പോലെ, അത് ആ AKGയെ ഇരുത്തിയ പോലെ അന്നും അത്ര ഒരു മെജോറിറ്റിയും ഇല്ലാതെയാണ് അദ്ദേഹം ആ കാര്യം ചെയ്തത്. അപ്പൊ ജനാധിപത്യം ഇവിടെ ഇപ്പോൾ ഭരിച്ചത് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും മാത്രമേ ഭരിച്ചിട്ടുള്ളൂ. ഇവിടുത്തെ ജനങ്ങളും കൂടുതലായി ഈ രണ്ട് പ്രസ്ഥാനങ്ങളിൽ വിശ്വസിക്കുന്ന ആളുകളാണ്. ഇവിടെ ഇലക്ട് ചെയ്യപ്പെടുന്ന ആളുകളും ഈ ജനാധിപത്യ ബോധ്യമുള്ളവരാ. അതുകൊണ്ടാണ് ആ ബഹുമാനം നാളിതുവരെ പ്രതിപക്ഷ നേതാവ് എന്ന് തന്നെ വിളിച്ചിട്ടുള്ളത്. അപ്പൊ അത് ഈ കോഴിക്കോടിന്റെ മര്യാദയാണ്. അപ്പൊ ആ ഒരു പദവിയിൽ എനിക്ക് തരുന്നതിൽ എനിക്ക് ഏറെ ഒരുപാട് മഹാന്മാരിരുന്ന കസേരയിൽ അങ്ങനെ എനിക്ക് ഇരിക്കാനും അതുപോലെ എന്നെ അങ്ങനെ കാണാനും ഉള്ളൊരു അവസരം കൗൺസിൽ ഉണ്ടായി എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ അംഗീകാരമാണ്. അത് നമുക്ക് പറയാറുണ്ട് സ്മാർട്ട് വർക്ക് ഹാർഡ് വർക്ക്. ഞാൻ മേയറോട് പറയാറുണ്ട് നമ്മളൊക്കെ ഹാർഡ് വർക്കിന്റെ ആളുകളാണ്. വേറെ സ്മാർട്ടായോ എന്ന് എനിക്കറിയില്ല. ഹാർഡ് വർക്ക് എന്തായാലും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ സ്മാർട്ടാണോ എന്നുള്ളത് ഇപ്പോൾ ജനങ്ങളാണ് പറയേണ്ടത്. ആ ഹാർഡ് വർക്ക് എനിക്ക് ഉറപ്പാണ് മേയർ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ എന്നെയും കാണുന്നത് എൻ്റെ ഹാർഡ് വർക്ക് ഉണ്ടായിട്ടുണ്ട് എന്ന്
ഞാൻ സിൻസിയറായിട്ട് വിശ്വസിക്കുന്നു ഒരു പ്രതിപക്ഷ നേതാവ് എന്നുള്ള രീതി. അത് സ്മാർട്ടാണോ എന്നുള്ളത് തീർച്ചയായിട്ടും അല്ല, ശരിക്കും ഒരു ഹാർഡ് വർക്കർ തന്നെയാണ് ശോഭിത അല്ലെ. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചില തിരുത്തലുകൾ ശരിക്കും മനസ്സിലായതൊന്നും അറിയില്ല എനിക്ക്. സ്മാർട്ട് വർക്ക് എന്ന് പറഞ്ഞത് ഷൂഡ് വർക്കാണ്, മനസ്സിലായില്ലേ? അത്തരത്തിലുള്ള വർക്കിനേക്കാൾ ഏറെ ഹാർഡ് വർക്ക് ചെയ്ത രണ്ടാൾക്കാരാണ് ഞങ്ങൾ. അതായത് ഭയങ്കര ഷൂഡായിട്ട് ഇത്തരത്തിലുള്ള പൊളിറ്റിക്കൽ ഗെയിൻ ഉണ്ടാവണം എന്ന് കരുതിയല്ല വർക്ക് ചെയ്തത്. ഏൽപ്പിച്ച ജോലി ആത്മാർത്ഥതയോടെ ചെയ്യാം, അങ്ങനെയുള്ള ഹാർഡ് വർക്ക്. അത് നമ്മൾ രണ്ടുപേരും എനിക്ക് തോന്നുന്നു ആ ഗണത്തിൽപ്പെട്ടവരാണ്. നമ്മുടെ വിദ്യാഭ്യാസമോ നമ്മുടെ കുടുംബ പശ്ചാത്തലമോ ഒക്കെ ആവാം അതിന്റെ കാരണം. ഏൽപ്പിച്ചത് എന്താണോ അത് അങ്ങേയറ്റം ആത്മാർത്ഥമായിട്ട് ചെയ്യുക. അതാണ് ശോഭിത പറഞ്ഞ ഹാർഡ് വർക്ക്. നമ്മൾ രണ്ടുപേരും ഏതാണ്ട് അതുപോലെയാണെന്ന് പറഞ്ഞത്. ഷൂഡ് വർക്ക് അങ്ങനെയല്ല. നമ്മുടെ മിനിമം എഫേർട്ടിൽ മറ്റുള്ളവരെ കൊണ്ട് പണിയെടുപ്പിച്ച് നമ്മൾ കാര്യം കാണും, മനസ്സിലായില്ലേ? അത്തരത്തിലുള്ള മുതലെടുപ്പുകൾ, അതാണ് ഷൂഡ് വർക്ക് എന്ന് പറയുന്നത്. അതിപ്പോ പഴയ ആളായതുകൊണ്ട് ഞാനത് മുതലെടുപ്പെന്ന് പറയുന്നു. പുതിയ ലോകം അതിനെ സ്മാർട്ട് വർക്ക് എന്ന് പറയുന്നു. അപ്പൊ ആ ഷൂഡ് വർക്ക് ഹാസ് ഗിവൺ വേ ടു ഹാർഡ് വർക്ക്, ഐ മീൻ സ്മാർട്ട് വർക്ക്. എന്നാലോചിച്ച് നോക്കണം, വാക്കിന്റെ പോലും അർത്ഥം അല്ലെ മാറി വരികയാണ് ഓരോ കാലഘട്ടത്തില്. പുതിയ ലോകത്തിൽ നമുക്ക് നിലനിൽക്കണമെങ്കിൽ, അതിജീവിക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള ബുദ്ധിപരമായ കഴിവുകൾ നമ്മൾ സർവൈവൽ ക്വാളിറ്റിയിലേക്ക് ചേർക്കണം. അതാണ് ഈ കുടുംബം ഇതിനിടയിൽ പെട്ടുപോയതാണ്. കാരണം ദീർഘനാൾ സർവീസ് കഴിയുന്നു, പിന്നെ മേയറുടെ ജോലി നമുക്കറിയാം, ഒരു ഏറ്റവും തിരക്ക് പിടിച്ച ഒരു ജോലിയാണ്. രാവിലെ മുതൽ രാത്രി വൈകും വരെയൊക്കെ നിൽക്കും. കുടുംബത്തോടൊപ്പം ചെലവഴിക്കാൻ ഒരുപാട് സമയം കുറഞ്ഞു എന്നൊരു ഒരു സംശയമുണ്ടല്ലേ. കുടുംബം എന്ത് പറയുന്നു? കുടുംബം എന്ത് പറയാനാ? എന്നെ നിർബന്ധിച്ച് ഒരാളാണ് എന്റെ ഭർത്താവ്. നിക്കണം, പാർട്ടി പറഞ്ഞതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഉന്തി പറഞ്ഞ ആളല്ലേ. അപ്പൊ ഞാൻ അങ്ങോട്ട് ചോദിക്കും, സഹിച്ചോ എന്ത് പറയാ. കുട്ടികളുടെ കാര്യമൊക്കെ, കുട്ടികളുടെ കാര്യത്തിൽ എനിക്ക് എന്റെ മക്കൾക്ക് ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല ഞാൻ നിൽക്കാനായിട്ട്. എന്റെ മോൾ ഒത്തിരി പറഞ്ഞു, അമ്മേനെ നിൽക്കാൻ സമ്മതിക്കരുത് എന്ന് എന്റെ ആങ്ങളെയൊക്കെ വിളിച്ച് പറഞ്ഞു. അമ്മ നിന്ന് കഴിഞ്ഞാൽ ഈ പറഞ്ഞവരെ അമ്മയ്ക്ക് ഒരു കാര്യം ഏറ്റെടുത്ത് അത് മാത്രമേ അറിയുള്ളൂ, ബാക്കി എല്ലാം അമ്മയുടെ ആരോഗ്യം പോവും എന്നൊക്കെ ചോദിച്ചു. അവൾ ഒത്തിരി ശണ്ട കൂടിയിരുന്നു. സത്യത്തിൽ അവൾക്കാണ് ഏറ്റവും അധികം നഷ്ടം ഉണ്ടായത്. അവളുടെ കുട്ടികളെ നോക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ടാണ് അവൾക്കൊരു ജോലിക്ക് പോകാൻ സാധിക്കാതിരുന്നത്. അപ്പോൾ അവൾക്ക് 40 വയസ്സ് കഴിഞ്ഞു. പഴയതുപോലുള്ള ആ ഒരു ബുദ്ധിശക്തിയൊക്കെ കുറേ ഒരു 40 കഴിയുമ്പോൾ, സ്ത്രീകളുടെ കേസിൽ അടുപ്പിച്ചടുപ്പിച്ച് വരുന്ന കൊറോണ. അപ്പം ഇവർ പരീക്ഷയൊക്കെ എഴുതണമെങ്കിൽ അമ്മ കൂടെ വേണം എന്ന് നമുക്ക് തോന്നുന്നുണ്ട്. നിങ്ങൾ രണ്ടാളും പോയി മേയറാവുന്നതിന് മുമ്പേ നിന്നൊരു 3 മാസമാണ്. അവൾ എഴുതിയ എല്ലാ പരീക്ഷയിലും ഒറ്റ അപ്പിയറൻസ് അവൾ പാസ്സായിരുന്നു. അപ്പം അതേമാതിരി ഇപ്പം അവൾക്ക് അതിന്റെ സമയം കഴിഞ്ഞു. അതിന്റെയൊക്കെ പാസ്സായിട്ട് കുറെ ആയില്ലേ, ഇനി വീണ്ടും ചില പരീക്ഷകളൊക്കെ എഴുതേണ്ടതുണ്ട്. അതിൽ നമ്മൾ പോയി നിൽക്കണം എന്നൊക്കെ വലിയ ആഗ്രഹമുണ്ട്. ഇത്തവണ ഇല്ലെന്നുള്ള ആരും ഉറപ്പിച്ചു? ഇല്ല 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 അത് ഞാൻ ആദ്യം പറഞ്ഞിരുന്നു. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു എനിക്ക് മോളുടെ അടുത്ത് പോയി നിൽക്കണം എന്നുള്ളത്. ഈ പറയുന്നത് മേയർ ജോലി അല്ലെങ്കിൽ പോലും ഈ ഏറ്റവും അധികം ജോലിയുള്ള ആൾ ഈ MLA മന്ത്രിമാരെക്കാട്ടിലൊക്കെ തിരക്ക് ഒരു കൗൺസിലർ ആയിരിക്കും അല്ലെ. അപ്പം വാർഡിലൊരു നായ ചത്ത് വീണാലും പൂച്ച കിണച്ച് വീണാലും ആദ്യം അവർ വിളിക്കുന്നത് കൗൺസിലർ ആയിരിക്കും അല്ലെ. ഈ കുടുംബ കാര്യങ്ങൾ ഇതേപോലൊക്കെ തന്നെ ആയിരിക്കും അല്ലെ. ഈ പൂർണ്ണ സമയം എനിക്ക് കുറച്ചുകൂടി ചെറിയ പിള്ളേരാണ്, എന്നാലും 3 ബോയ്സ് ആണ്. പക്ഷെ അവർ ഈ പറഞ്ഞ മാതിരി നല്ല സർവൈവ് ചെയ്തിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ അവര് മിടുക്കന്മാരാണ്, അവരുടെ കാര്യങ്ങളൊക്കെ അവർ തന്നെ ചെയ്യാൻ ഉള്ള ഒരു പ്രാപ്തി നമ്മൾ പറയാറില്ല. അപ്പോൾ എനിക്കെപ്പോഴും തോന്നാറുള്ളത്, നമ്മൾ പലപ്പോഴും ഇപ്പോൾ മേയർ പറഞ്ഞ മാതിരി ഒക്കെ ഹാഫ് ഡൺ ആയിരിക്കും, നമുക്ക് അത്രയല്ലേ സമയം ഉണ്ടാവുള്ളൂ. അപ്പോൾ ബാക്കിയുള്ള ഹാഫ് ഞാൻ വിചാരിക്കല് ദൈവം ആ ഹാഫ് നമുക്ക് വേണ്ടി ചെയ്യുന്നതാണ്. അപ്പോൾ എനിക്ക് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പോൾ എപ്പോഴും ഫോർച്ചുനേറ്റ് ആയിരുന്നു നല്ലതൊക്കെ കിട്ടാൻ. ഫാമിലി ആയാലും അല്ലേ, നല്ല പേരൻസ്, നല്ല സാഹചര്യങ്ങൾ, നല്ല വാർഡുകൾ, നല്ല ജനങ്ങൾ, നല്ല എല്ലാം നല്ല അന്തരീക്ഷമായിരുന്നു എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. ഈ ടീച്ചറായ മേയർക്ക് എതിരായി നിന്നതും ടീച്ചർ തന്നെയായിരുന്നു അല്ലേ. അല്ലെ, അധ്യാപിക എന്നുള്ള എനിക്കൊന്ന് അധികം പേർക്ക് അറിയാം അല്ലേ. വളരെ കുറഞ്ഞ ഒരു കാലയളവേ ഞാൻ അധ്യാപനം ഉണ്ടായിട്ടുള്ള, ഒരു 5 വർഷം പഠിപ്പിച്ചിട്ടുണ്ടാവും. അപ്പം ആ സമയത്ത് ഒരു മെറ്റേണിറ്റി ആയിട്ടാണ് ഞാൻ വീട്ടിലിരിക്കുന്ന സമയത്താണ്. അന്ന് എൻ്റെ മോന് 3 മാസം 4 മാസമായിട്ടുണ്ടാവും. അപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ഇലക്ഷന് മത്സരിക്കുന്നത്. അപ്പോൾ അന്ന് ഇതുപോലെയല്ല, കുറച്ചുകൂടി ക്യാമ്പയിനിങ് ഒക്കെ കുറച്ചുകൂടി ലെങ്തി പീരീഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. 2010 ഇതിപ്പോൾ വളരെ കുറച്ച് ദിവസമുള്ളൂ. അപ്പോൾ അന്ന് ഒരു പരീക്ഷണം എന്നുള്ള രീതിയിൽ അന്നാണ് കൂടുതൽ കാൻഡിഡേറ്റ്സ് സ്ത്രീകളൊക്കെ വന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാനും വിചാരിച്ചു ഒന്ന് ട്രൈ ചെയ്യാന്നുള്ള രീതിയിൽ അത്ര ഒരു സീരിയസ്നെസ്സേ ഞാൻ കൊടുത്തിട്ടുള്ളൂ. ഒന്ന് പരീക്ഷിച്ച് നമ്മൾ തോറ്റാലും വലിയ പ്രശ്നമൊന്നുമില്ല, അത്ര ഒരു മെജോറിറ്റി ഒന്നും ഇല്ലാത്തൊരു വാർഡാണ്.
അപ്പോൾ ഒന്ന് നിന്ന് നോക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ എനിക്ക് എൻ്റെ ഒരു ഫീൽഡിലേക്ക് തന്നെ പോവാം. ഞാനും വിചാരിച്ചു മെറ്റേണിറ്റി ലീവൊക്കെ കഴിഞ്ഞ് ഒരു കുട്ടിക്ക് ഒരു 6 മാസം ഒക്കെ കഴിഞ്ഞ് അടുത്ത അക്കാഡമിക് ഇയർ കയറാലോ, അപ്പം അങ്ങനെ വിചാരിച്ച് മത്സരിച്ച്. പക്ഷേ ആദ്യം മത്സരിച്ചപ്പോൾ ജയിച്ചു. പിന്നെ തൊട്ടടുത്ത വാർഡ് പിടിച്ചെടുക്കാനാന്ന് പറഞ്ഞിട്ട് അവിടെ നിർത്തി, പിന്നെ ഇപ്പുറം നിർത്തി. അപ്പം ഇപ്പം ഇങ്ങനെ 3 കണ്ടിന്യൂസ് ടേം ആയപ്പോൾ ഞാൻ എൻ്റെ പാർട്ടിയോട് തന്നെ പറഞ്ഞിരുന്നു എനിക്ക് മത്സരിക്കാൻ പേഴ്സണലി എത്ര വലിയ താല്പര്യമൊന്നുമില്ല, പുതിയ ആളുകൾ വന്നോട്ടെ, പുതിയ ആളുകൾക്ക് കൊടുക്കണം. അപ്പോൾ അങ്ങനെ ഒരു താല്പര്യമില്ല, ഈ പ്രാവശ്യം ഒന്ന് മാറി നിൽക്കാന്നുള്ളൊരു താല്പര്യം ഞാൻ പാർട്ടിയെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ടീച്ചർ പറയുന്നത് ഇനിയിപ്പം വിശ്രമിക്കാൻ പോവുകയാണെന്നാണ്. ഈ നമ്മൾ മേയറെ വിശ്രമിക്കാൻ വിടാൻ സമയമായെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലില്ല, ഞങ്ങളിപ്പോൾ അത് സംസാരിച്ചിട്ടേ ഉള്ളൂ. കാരണം എല്ലാ സ്ഥലത്തും മേയർ ഈ പറഞ്ഞ മാതിരി ഷ്രൂഡായി ഭയങ്കര അങ്ങനത്തെ താല്പര്യങ്ങളുള്ള ആളുകളെയാണ് നമ്മൾ കാണുക. അപ്പം ഇങ്ങനത്തെ മുഖങ്ങൾ നമുക്ക് രാഷ്ട്രീയത്തിൽ ആവശ്യമാണ്. കാരണം എനിക്ക് തന്നെ ഇപ്പോൾ ഞങ്ങൾക്കൊക്കെ മേയറെ റിലേറ്റ് ചെയ്യാൻ സാധിച്ചത് നമ്മുടെയൊക്കെ വളരെ സ്വന്തം ഒരാൾ അല്ലേ, അതുകൊണ്ടാണ് ആ ഒരു ഇൻറ്റിമസി തോന്നുന്നത്. അപ്പോൾ രാഷ്ട്രീയവും അഭിപ്രായക്കേടുകളും ഒക്കെ ചില വിഷയങ്ങളിലുണ്ടെങ്കിലും അത്തരം മുഖങ്ങൾ രാഷ്ട്രീയത്തിൽ വേണം. അപ്പം മേയർ എന്തായാലും ഇനിയും പൊളിറ്റിക്സിൽ ഉണ്ടാകണം, സജീവമായിട്ട് ഉണ്ടാവണം എന്ന് മാത്രമേ ഞങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളൂ. അതെ, പലരും ഇത് തന്നെയാണ് പറയുന്നത്. അടുത്ത ഒരു MLA ആയോ അല്ലെങ്കിൽ അത്തരം മറ്റ് തസ്തികകളിലേക്ക് ഇനി കാണാമെന്നാണ് പറയുന്നത്. ഞാൻ വിചാരിക്കേണ്ടത് ചെറുപ്പക്കാർക്കൊക്കെ കുറെ കൂടി അവസരം കൊടുക്കണം. 65 വയസ്സൊക്കെ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തീരെ ഇപ്പം നമുക്ക് അങ്ങനെ പറ്റിയ ഒരാളില്ലാതെ വരുന്ന ഒരു ഘട്ടത്തിൽ മാത്രം കുറച്ച് പ്രായമുള്ളവരെടുത്തിട്ട്, അല്ലെങ്കിൽ നമ്മൾ ചെറുപ്പക്കാർക്ക് തന്നെ അവസരം കൊടുക്കണം. നമ്മുടെ ആര്യമൊക്കെ എത്ര വളർന്നു, 21 വയസ്സിൽ മേയറായിട്ട് അവളിപ്പോൾ എത്ര കോഴിക്കോട്ടേക്ക് വരാൻ പോകുന്നു. അത് നല്ല കാര്യം. അതെ, ഞാൻ ആദ്യം വിചാരിച്ചു നമുക്ക് ആര്യ വന്ന ആര്യയെ നിർത്താം എന്ന് വിചാരിച്ച ഒരാളാണ് ഞാൻ. ശരിക്കും വരുന്നുണ്ടല്ല, അവർക്ക് അത്രയും ഊർജ്ജമുണ്ടോ, അവർക്ക് അത്രയും മനസ്സിലായി ജനങ്ങളുടെ കൂടെ അത്രമാത്രം മെഴുകിച്ചേർന്ന് ജീവിക്കാൻ ആ കുട്ടിക്ക് സാധിക്കും. അപ്പൊ അതുപോലെ വലിയൊരു പോസിറ്റീവ് എന്താ പറയണത്, എന്നെ വെച്ച് പോസിറ്റീവായിട്ട് ക്വാളിറ്റീസ് അതൊക്കെ. അപ്പം അതുകൊണ്ടൊക്കെ നമ്മൾ അങ്ങനെ വിചാരിക്കും. ഞാൻ കുറച്ചുകൂടെ ചെറുപ്പക്കാർ, കുറച്ചുകൂടെ മധ്യവയസ്കരായവർ, ഞാനൊക്കെ സീനിയർ സിറ്റിസൺ ആയില്ലേ. അപ്പോൾ നിവൃത്തിയില്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ വേറൊരാളെ കണ്ടുപറ്റാനും പഠിക്കാൻ പറ്റുന്നില്ല, അങ്ങനത്തെ ഒക്കെ ഒരു ഘട്ടത്തിൽ പാർട്ടി നിർബന്ധിക്കുകയാണെങ്കിൽ എനിക്കൊരു പക്ഷേ അനുസരിക്കേണ്ടി വരും. ഇല്ലാത്തിടത്തോളം എനിക്കിപ്പോഴും എൻ്റെ ഉള്ളിനുള്ളിലുള്ളൊരു സങ്കടം, എൻ്റെ കുട്ടികൾക്കൊക്കെ വേണ്ടത്ര നടക്കാവ് സ്കൂളൊക്കെ രാത്രി 10:30 മണിക്കാണ് ഞാൻ വീട്ടിലെത്തുക. 10 കഴിഞ്ഞിരിക്കുന്ന ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് ആദ്യത്തെ പ്രസവം ആരും എടുത്തില്ലാതെ വരുമ്പോൾ ഒരു വിഷമം ആലോചിക്കണം. അവളുടെ പ്രസവം കോംപ്ലിക്കേറ്റ് ആവുകയൊക്കെ ചെയ്തപ്പോൾ ഞാൻ ഒത്തിരി വേദനിച്ചിരുന്നു. എനിക്ക് പിന്നെ ഈ മേയറായ ശേഷം എനിക്ക് കുഞ്ഞുങ്ങളെ നോക്കാനായിട്ട് പറ്റാതായി, അവരെ കുറച്ച് കാലം ഞാൻ കൂടെ നിർത്തി. അതൊക്കെ എൻ്റെ ഉള്ളിൽ മാറാത്ത ദുഃഖമായിട്ടിങ്ങനെ. എനിക്ക് പാർട്ടിക്ക് ഇപ്പോൾ ഒരു വീണ ഫിലിപ്പില്ലെങ്കിൽ എത്ര പേരെ കിട്ടും, ശരിയല്ലേ അത്? പക്ഷെ എൻ്റെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരമ്മയല്ലേ ഉള്ളൂ, അവർക്കൊരു അമ്മമ്മയല്ലേ ഉള്ളൂ. വേണ്ട സമയത്ത് ഒരു പരിഗണന കിട്ടുക എന്നത് വളരെ പ്രധാനമല്ലേ അവരുടെ ലൈഫിൽ. ശോഭിതയ്ക്ക് പക്ഷേ ഇനിയും ഒരുപാട് സമയം കിടക്കുകയാണല്ലേ, വലിയ വലിയ കാര്യങ്ങൾ അർഹിക്കുന്ന ഒരാൾ കൂടിയാണ്. ശോഭിത ചെറുപ്പല്ലേ, ശോഭിതയുടെ മോൻ മൂത്ത കുട്ടി, അവൻ നന്നായി നോക്കും ചെറുതിനെ. ശരിക്കും അവൻ 21 വയസ്സായി, ചെറുതിന് 8 വയസ്സേ ആയിട്ടുള്ളൂ. അല്ല 8 വയസ്സ്. അപ്പൊ നന്നായിട്ട് നോക്കിക്കൊടുക്കും. പിന്നെ നിസാറും അതെ, നന്നായിട്ട് കരുതലുള്ള ഒരാളാ ഫാമിലിയെ കുറിച്ചിട്ട്. അതൊക്കെ ശോഭിതയ്ക്കുള്ള അഡ്വാൻറ്റേജസ് ആണ്. വലിയ പോസ്റ്റുകൾ ഇനിയും പാർട്ടി നൽകേണ്ട ആള് തന്നെയാണ് അല്ലേ? അങ്ങനെ ഞാൻ പറയില്ല. ഞാൻ പറഞ്ഞില്ലേ, ഒരു ബീന ഫിലിപ്പിനും പാർട്ടിക്ക് ഒന്നും സംഭവിക്കില്ല. ശോഭിതയെ സംബന്ധിച്ചിടത്തോളം ശോഭിതയൊക്കെ നിൽക്കണം. കാരണം ശോഭിതയ്ക്കൊക്കെ ആ ഒരു നല്ല ഒരു രാഷ്ട്രീയ നേതാവിന്റെ ക്വാളിറ്റീസ് ഉണ്ട്. പഠിക്കും, അതുപോലെ റെസ്പെക്ട് ചെയ്യേണ്ടടുത്ത് റെസ്പെക്ട് ചെയ്യും, അല്ലാതെ വെറുതെ തോന്നിയ മാതിരി എന്തെങ്കിലും ഒന്നും വായ തോന്നിയതൊന്നും വിളിച്ച് പറയില്ല. അപ്പൊ ആ ഒരു അർത്ഥത്തിൽ ശോഭിത ഇനിയും രാഷ്ട്രീയത്തിൽ തുടരണം. ഈ നല്ല രാഷ്ട്രീയം എന്ന് പറയുന്ന ഒന്നുണ്ടാവണമെങ്കിൽ നല്ല ആൾക്കാർ അതിൽ നിൽക്കണ്ടേ. അപ്പൊ അങ്ങനെയുള്ളവർ മാറി നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും രാഷ്ട്രീയം അത്ര മോശമാണെന്ന് ആൾക്കാർ പറയുന്നത് ശരിയാന്ന് പറയും നമ്മൾ. നേരല്ലേ അത്? ഞാനൊക്കെ അതിങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ്. രാഷ്ട്രീയത്തിൽ നല്ല ആൾക്കാർ വരണം. അവർക്ക് തോൽവി മാത്രമൊന്നുമല്ല, അവരെ പോലത്തെ ആൾക്കാർ മത്സരിക്കാൻ തയ്യാറാണ് എന്നത് കൊടുക്കുന്ന ഒരു നല്ല സന്ദേശമില്ലേ, അത് നിലനിന്ന് പോകണം. അല്ലെങ്കിൽ നമ്മുടെ സമൂഹം നശിച്ചു പോയില്ലേ. എന്തായാലും രാഷ്ട്രീയമായ ഭിന്നതകൾക്കപ്പുറം വളരെ ഹൃദയാവർജകമായ ഒരു ബന്ധമായിരുന്നു ഇരുവരും തമ്മിലുണ്ടായിരുന്നു. ഇരുവരും തമ്മിൽ മാത്രമല്ല, ഈ കൗൺസിലിലെ ഒട്ടുമിക്ക ആളുകളും തമ്മിലുണ്ടായത് വലിയ സംഘർഷങ്ങളോ കൗൺസിലിന് നാണക്കേടുണ്ടാവുന്ന കാര്യങ്ങളോ ഒന്നും കൗൺസിൽ ഉണ്ടായിട്ടില്ല. പരസ്പരം രാഷ്ട്രീയ ആരോപണങ്ങൾക്കപ്പുറം മറ്റു തരങ്ങളിലേക്ക് വ്യക്തിപരമായി അത് കടന്നിട്ടുമില്ല. എന്തായാലും ആ ഒരു ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഇരുവരും അവരുടെ കാലാവധി പൂർത്തിയാക്കുന്നത്.